ചെറിയ ചെറിയ സ്പോട്ടുകളുണ്ട് നമുക്ക് പ്ലസന്റ് ആയിട്ട് വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനത്തെ ഒരു സ്പോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളൊരു ഐലൻഡ് ആണ് കേട്ടോ പോണത്. അത് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ അവിടെ അല്ലേ. അതുകൊണ്ട് നല്ല പ്രൈവസി ആയിരിക്കും. ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പ്രതീക്ഷിച്ചാണ് പോകുന്നത്. ഞങ്ങൾ മിക്കയിടത്ത് പോകുമ്പോഴും ഞങ്ങൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ. അപ്പം ഇന്നും അങ്ങനെ തന്നെ ആയിരിക്കും. എന്തായാലും അവിടെ ഇന്നൊരു ദിവസം പൊളിക്കാം അല്ലേ. പട്ടിക്കുട്ടി ചാടിയത് നോക്ക്. അങ്ങനെ ഞങ്ങൾ കടമക്കുടി ഫെറി എത്തി. ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ഇത് എൻ്റെ കൂട്ടുകാരനാണ് വിമൽ മധു, വിമലിൻ്റെ കൂട്ടുകാരൻ വിഷ്ണു. അപ്പം ഞങ്ങൾ 4 പേരും കൂടെ 4 പേരും കൂടെ യാത്രയാകുകയാണ്. ഇത് ചെറിയ ജങ്കാറ് പോലെ ഉണ്ടല്ലോ ഏട്ടാ. ചെറിയ ജങ്കാറാണ് ചങ്ങാടം. പോവാം. നമ്മളെല്ലാവരും കയറി. ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ് നമുക്ക് യാത്രയുണ്ട്. കീക്ക വെള്ളമാണ്. വേറെ വല്ലതും എടുക്കണ്ടോ? ഒന്നുമില്ലല്ലോ. നമ്മുടെ 3 സാധനം എടുത്തില്ലേ. ചേട്ടനാണ് ഇത് നോക്കണ, റിസോർട്ട് നോക്കണ ചേട്ടനാണ്. ചേട്ടൻ മാത്രമേ ഉള്ളൂ അതോ മാത്രമേ ഉള്ളൂ? ഇവിടുന്ന് എത്ര സമയമുണ്ട്? എത്രയാണ്? അത് തുരുത്താണ്. പുഴ കണ്ടം. പെട്ടെന്നെത്തി. ഒരു 10 മിനിറ്റ് പോലും എടുത്തില്ല. ഇതാണ് നമ്മൾ വന്ന കൂവളപ്പൂ ഐലൻഡ്. ഇറങ്ങിയോളൂ. നോക്കി ഇറങ്ങണേ. ഇത്രയും കൂടെ സേഫ് ആട്ടോ. വള്ളത്തിനേക്കാളും ഇത്രയും കൂടെ സേഫാന്ന്. ഇതിപ്പോ വണ്ടിയൊക്കെ വരും. വണ്ടിയൊന്നും വരേണ്ട ആവശ്യമില്ലല്ലോ. അതേതാ കേട്ടോ പാലം? ചാത്തനാട് കടമക്കുടി.
കടമക്കുടി. ചാത്തനാട് കടമക്കുടി. അപ്പൊ ഇനി എപ്പോഴാ ഇത് ഐലൻഡ് കൂടി അവരെടുത്താറുണ്ട്. ഓക്കെ. ഇതേപോലത്തെ ഒരു വീട് വെക്കാൻ പോണം കൂളപ്പൂവന്. അല്ല ഇതിനിപ്പോ തിരിച്ചെപ്പോഴാ ഇത് ആവശ്യമുള്ളപ്പോഴേ വരത്തുള്ളൂ? ഞാനിപ്പോ പോയിട്ട് നിങ്ങൾക്ക് വൈകുന്നേരത്തേക്കുള്ള ഫുഡൊക്കെ എടുത്തിട്ട് അങ്ങനെയാ തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് ഞാൻ പിന്നെ പോകും. നിങ്ങൾക്ക് ഫുഡ് വെള്ളം ഇതും അതുപോലെ വെച്ചതാണോ അവര്? ഇവര് തന്നെ വെച്ചാണോ? കുടിക്കാനൊക്കെ വെള്ളം ഇവിടെ എല്ലാം ഉണ്ട്. ഫ്രിഡ്ജിലുണ്ട്. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കേസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം. പിന്നെ ഇപ്പൊ ഞാൻ ചായ ഇട്ട് തരാം. പിന്നെ ചൂടാക്കാനുള്ള സംവിധാനം അവിടെ എല്ലാം കുഞ്ഞിന് കുറുക്കൊക്കെ ഉണ്ടാക്കാൻ ഗ്യാസും സ്റ്റൗവും എല്ലാം ഉണ്ട് ഇവിടെ. ഞാൻ കാണിച്ചു തരാം. ശരി. ചേട്ടന്റെ വീട് ഇവിടെ തന്നെയാണോ? എന്റെ വീട് ഞാൻ നിന്നിച്ചില്ലേ, അവിടെ 3 വീട്ടിനപ്പുറം. ശരി. അത് അവരുടെ വീട് തന്നെയാ. ഇപ്പൊ നമ്മൾ കാറിട്ട് വണ്ടി അത് അവരുടെ വീടാണ്. അവർ മേടിച്ചാണ് വണ്ടിയൊക്കെ. അവിടെ ആൾ താമസം ഉണ്ടോ? ആരുമില്ല. ഡ്രൈവേഴ്സ് താമസിക്കും. ഡ്രൈവർമാരുണ്ട് അവിടെ. അവർ താമസിക്കും. കീക്ക കീക്ക അങ്ങോട്ട് ഊഞ്ഞാൽ. ഇത് കൊഴപ്പില്ലല്ലോ, ആടാനല്ലേ? ഇല്ല തുരുമ്പൊന്നും ഇല്ലല്ലോ ഏട്ടാ. നീ ആയിട്ട് പറഞ്ഞ് ഉണ്ടാക്കാറുന്നത് പറ്റുമെങ്കിൽ മതി കേട്ടാ. അല്ല ഇത് ബലം ഒക്കെ അല്ലേ? ചേട്ടാ ഇത് കുഴപ്പമില്ലല്ലോ അല്ലേ? കീക്ക മോനെ, വേറൊരു കീക്ക. കൊള്ളാട്ടാ. ശരി, അങ്ങനെ കൊടുത്തു വിമല് മാമൻ അല്ലേ? അതെ, അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇവിടെ മയക്കുമരുന്ന് ഉപയോഗം കർശനമായി നിരോധിച്ചിരിക്കുന്നു കേട്ടോ. ഇവിടെ വെള്ളോടി പറ്റും. വെള്ളോടി പറ്റൂലേ? വെള്ളോടി പറ്റും. കമോൺ, അതിനെയൊന്നും പ്രൊമോട്ട് ചെയ്യും. പൊത്തിയൊക്കെ ചിരിക്കണ. അങ്ങനെ ഇതാണ് ഇവിടെ നിന്ന് വൈകിട്ട് ബാർ കൗണ്ടർ ഉണ്ട്. വെള്ളമൊക്കെ അടിച്ചിരിക്കാൻ. മദ്യം മാത്രമില്ല, അത് നമ്മൾ കൊണ്ടുവന്നു. ഇരിക്കാനുള്ള നല്ല സൗകര്യമുണ്ട്. അവിടെ കയറണം. അടിയിൽ ഇതാണ് റൂം വരുന്നത്. ബാത്റൂം ഞാൻ കണ്ടു കേട്ടോ, ഭയങ്കര സ്പേസ് ഉള്ള ബാത്റൂമാണ്. ഇവിടെ അല്ല, നല്ല സ്പേസ്. അതുകൊണ്ട് ഭയങ്കര സ്പേസ് ഉണ്ട്. പിന്നെ നല്ലൊരു കബോർഡ് വരുന്നുണ്ട്. ഇവിടെ തന്നെ ഫ്രിഡ്ജൊക്കെ ഉണ്ട്. വെള്ളം അത് എടുക്കാലോ, കുഞ്ഞിന് എടുക്കാലോ. നല്ല മിനറൽ വാട്ടർ. ഇത് മിനറൽ വാട്ടറാ, എല്ലാം മിനറൽ വാട്ടറാ. കുഞ്ഞിനെ അത് എടുക്കട്ടെ. തണുക്കാത്തത്. തണുക്കാത്തത് ഫുള്ള് എടുത്തോ, നിങ്ങൾക്ക് വേണ്ടി മേടിക്കാനാ. അല്ല, കുറുക്കൊക്കെ ഉണ്ടാക്കാൻ. എവിടെ ഒരു മുറിയുണ്ട്? അത് ബാൽക്കണിയാ, മുറിയല്ല. പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല. നമ്മളിപ്പോ പുറത്തുനിന്ന് കേറി വന്നില്ലേ? നമ്മളിപ്പോ പുറത്തുനിന്ന് കയറി വന്നില്ലേ? അപ്പൊ അതിന്റെ ഇപ്പുറത്തൂടെ വരുമ്പോ ഇതൊരു ബാൽക്കണി. ഇനി അടുത്ത റൂം കാണാം. അടച്ചിട്ട് വരണേ. വരുന്നില്ലേ? ഇതാണ് അടുത്ത റൂം. അതെ, ഇതും നല്ല ഇതിന്റെ ബാത്റൂമിന് നല്ല സ്പേസ്. ഇവിടുത്തെ ബാത്റൂം എല്ലാം ഇനി വാ, ബാത്റൂം ഒക്കെ ഭയങ്കര വലുതാ. പക്ഷെ ഇവിടെയും നമുക്ക് ഒരു ബാൽക്കണി ഉണ്ട്. അപ്പൊ നമുക്ക് തുറന്ന് ലോക്കൊക്കെ ഇട്ട് വെച്ചേക്ക്. തുറക്കാൻ പറ്റുന്നില്ല. ബാൽക്കണി ഇങ്ങോട്ട് വരുമ്പോ രണ്ട് വഴിയും കയറാം. ഈ വഴിയും കയറാം നമുക്ക് റൂമായിട്ട്.
ഇതകത്തുനിന്ന് മാത്രമേ തുറക്കാൻ പറ്റൂ. ഓക്കെ. ശരി. മുകളിൽ 2 റൂമുണ്ട്, അതുകൂടെ കണ്ടിട്ട് വരാം. ഒന്ന് സഹായിച്ചു. ആയതുകൊണ്ടേ വയസ്സായതിൻ്റെ ഭയങ്കര പണി കേട്ടി. ഈ വല്യപ്പന്മാരൊക്കെ എങ്ങനെ ഇരുന്നിട്ട് കേറുന്നുണ്ടോ അറിയില്ല ആൻറ്റി. ഇവിടെ കുറെ ചെയർ, ഡൈനിങ് ടേബിള്, കുറെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ നൈസ് ആയിരിക്കും. ഞങ്ങളിപ്പോ ഫാമിലി എല്ലാവരുമായിട്ട് വരാം. ഒരു വീടായിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ ഈ വീട് ഫുള്ളായിട്ട് നമുക്ക് തന്നെ തരും. നമ്മുടെ കൊച്ചൻ വലുതായിരുന്നെങ്കിൽ ഇത്ര അടിപൊളിയായിരുന്നു. ഒരു ഇവിടെ എന്ത് ഇതും ഒരു ഇതിൻ്റെയൊക്കെ അകത്താന്ന് തോന്നുന്നു ലൈറ്റ്. ഇതും ഒരു റൂമാ, പക്ഷെ എനിക്ക് താഴത്തെ റൂമാണ് ഇഷ്ടപ്പെട്ടെ. അടിപൊളി. നമുക്ക് താഴത്തെ റൂം എടുക്കാം അല്ലേ? ഒന്ന് ലൈറ്റ് ഇട്ടേ. ഇതെന്താ ഇതിന്റെ ലൈറ്റ് എവിടെ? ലൈറ്റ് കാണുന്നില്ല. ബാത്റൂം. ഓ, ഇവിടുത്തെ ബാത്റൂം ഒക്കെ ഭയങ്കര ഒരു റൂമിന്റെ വലുപ്പം തന്നെ ബാത്റൂമിനും വരുന്നുണ്ട് ഇവിടെ. ഇത് മുകളിലത്തെ റൂം, ഇതും നൈസ് ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു റൂം അപ്പുറത്തും ഉണ്ട്. ടോട്ടൽ 4 റൂമാണ് ഇവിടെ വരുന്നത്. ഇതുപോലെ തന്നെ ഒരു സ്ട്രക്ചർ കൊള്ളാല്ലേ? പണിത സ്ട്രക്ചർ കൊള്ളാം, അടിപൊളി. ചെറുതാണോ? ഇതും അതുപോലെ തന്നെ സെയിം തന്നെ ഒരു റൂം. ആ റൂമും ഈ റൂമും ഇരട്ട പറ്റുന്നുണ്ട്. ഹോം സ്റ്റേ എന്ന് പറയില്ല, നമ്മള് വീടൊക്കെ പോലെ കൊള്ളാം. ഒരു അടിപൊളി. നല്ല അടുക്കളയും കൂടെ ഉണ്ടെങ്കിൽ അടുക്കള ഉണ്ടാവില്ല അടിപൊളി. പക്ഷെ തക്കട് ഉള്ളതുകൊണ്ട് നമുക്ക് താഴെ റൂം എടുക്കാൻ. എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടു. താഴെ ആകുമ്പോ ഇരിക്കാനൊക്കെ നല്ല സ്റ്റെപ്പ് കയറി ഇറങ്ങുന്ന റിസ്ക്. ശരി, വരാമല്ലോ നമുക്ക് മുകളിലോട്ട്. ചെക്കൻ വലുതാവാത്തതുകൊണ്ട് റിസ്ക് എടുക്കാൻ പറ്റില്ല. ഒരു കിച്ചൺ ഉണ്ടെന്ന് പറയപ്പെടുന്നു, അതെവിടെയാണെന്ന് കണ്ടുപിടിക്കണം. കിച്ചൺ പുറത്താണ്. കിച്ചൺ എവിടെയായിട്ട്? ബാ, കിച്ചൺ പുറത്താണ്. കിച്ചൺ 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 പുറത്താണ് കിച്ചൺ. കിച്ചൺ പുറത്താണ് കേട്ടോ. കിച്ചൺ ഹോം സ്റ്റേ ആയതുകൊണ്ട് കിച്ചണും നൈസാണ്. നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഫുഡ് ഉണ്ടാക്കാൻ പറ്റിയത്. മിക്സിയൊക്കെ വർക്ക് ചെയ്യുന്ന മിക്സി, പ്രഷർ കുക്കർ, റൈസ് കുക്കർ ഉണ്ട്, എല്ലാം ഉണ്ട്. സ്പൂണുകള്, കത്തി, എല്ലാ ഐറ്റവും ഉണ്ട്. പിന്നെ ഗ്യാസ് ഉണ്ട്, വെള്ളം. ഇത് അല്ല, ഈ വെള്ളം നല്ലതാണോ ഏട്ടാ? ആണല്ലേ? ബോർവെല്ലാണോ? അല്ലല്ല, അക്കരയൊന്നും ഇവിടത്തെ അല്ലത്. അവിടെ ടാങ്ക്, അവിടുന്ന് ടാങ്കറിലോർക്ക് അടിച്ചിട്ട് അവിടുന്ന് ഇങ്ങോട്ട്. തക്കടൂന്റെ ഇഡലി ഇലയിൽ പൊതിഞ്ഞെടുത്ത്. കൊള്ളാവോ പൊന്നു ഇഡലി? കൊള്ളാം. അവിടെ എൻ്റെ ചെരുപ്പൊന്നും എടുത്തോണ്ട് തരുവാ. അടിമപ്പണിയൊന്നും പറ്റില്ല, വേണം പേട്. ആൻറ്റി കുഞ്ഞാലാട്ടു. ആൻറ്റി അവൻ്റെ അമ്മ. അവന് ഇഷ്ടപ്പെട്ടടാ. എവിടെ കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടില്ലടാ. നല്ല രസമല്ലേ? സോറിടാ, പേടിച്ചു പോയാ ചുമ്മാ. സൺറൈസ് അല്ല, സൺസെറ്റ് സോറി. നല്ല രസമല്ലടാ. നമുക്ക് സൺറൈസ് ആണെങ്കിൽ നമുക്ക് നാളെ അപ്പുറത്ത് കാണാം, അവിടെ ഉണ്ടാവും. ഇവിടെ മറ്റേ നിലാവേ വാടാത പൂവേ എൻ വാനിൽ
കുഞ്ഞാവയുടെ വീഡിയോ എടുക്കാൻ വന്നേ നോക്ക്. ഇഷ്ടപ്പെട്ടാടാ ഇവിടെ? ഇഷ്ടപ്പെട്ടെന്ന് വരാ. രാത്രി നല്ല സ്ഥലം, കുറച്ചും കൂടെ കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. രാത്രി നല്ല രസമുണ്ടെന്ന്. അത് ഈ കടൽക്കാക്കയാണോ? വെള്ളം കാക്ക. ചില കാക്കയ്ക്ക് തൊപ്പിയുണ്ട്. ആണോ? അവിടെ ഞാൻ അവിടെ നോക്കി. ഇവിടെ കാക്കയുണ്ട്, കാക്ക, വള്ളുവൻ കാക്ക. ഇതിപ്പോ രാത്രിയാകുമ്പോ പോവൂലേ? ഹേ കാക്ക. എന്നിട്ട് തൊപ്പിയുള്ള കാക്കയാ. അയ്യോ, നീ എന്തോട് വാ. ഇതിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടാ. ഈ ഊഞ്ഞാലിന്റെ എന്തോ പ്രശ്ന. അയ്യോ, സൗണ്ട്. ഞാനെന്താ ഇങ്ങനെ ആടുന്നേ? ഇടിക്കോ? കിച്ചണൊക്കെ ഉണ്ട്. നമുക്ക് ബീഫായി. സൺസെറ്റ് അല്ല, സൺസെറ്റ് അല്ല, സൺറൈസ് കാണിച്ചു തരാടോ. ഐ വിൽ ഷോ യു ദ സൺറൈസ്. അത് പൊങ്ങിപ്പോയല്ലേ. അതാണ് സൺറൈസ്. കണ്ട കണ്ട.
അപ്പോൾ നമുക്ക് പോവാം. ഓക്കെ, നല്ല പ്ലസന്റ് സ്റ്റേ. പോകാണ്. അങ്ങോട്ട് അടിപൊളി സ്റ്റേ ആയിരുന്നു. മഴയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ. ഇപ്പോൾ കായൽ സൈഡും മഴയും കൂടി ആയപ്പോൾ പുള്ളി മൂടായിരുന്നു അല്ലേ. അപ്പം ഞങ്ങൾ എന്തായാലും നീ തിരിച്ച് വീട്ടിലേക്ക് പോവാം. അപ്പോൾ ബാ, ഞങ്ങളിനി വള്ളത്തിൽ കയറാം. നമുക്ക് വെള്ളത്തിൽ കയറാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കുലുങ്ങൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ പറയുവാണ്. പോവാണ്. അടുത്ത വെക്കേഷനാണ് നമ്മൾ പോവാണ്. കുട്ടാ പോവാണ് നമ്മള്. കേൾക്കാൻ നമ്മൾ പോവാ. അയ്യോ, ചെളിയാണല്ലേ ഈ സൈഡ്. ഇവിടുന്ന് എടുക്കാൻ അടിപൊളിയായിട്ട്. നീ ഇപ്പുറത്തിരിക്കും. അല്ലേ വേണ്ട അത് പറഞ്ഞത്. ശരിയാ, തിരിഞ്ഞല്ല. ഇതിന് റിവേഴ്സ് ഇല്ല. കുഞ്ഞപ്പാ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണല്ലോ. നോക്കണം മോനെ. ടാറ്റ.